ബാംഗ്ലൂർ ഒരു രക്ഷയില്ലല്ലോ ഗൈസ്. ഇനിയിപ്പോ കാക്ക ചിക്കി മാന്തിയ പോലൊരു പാന്റും കാർട്ടൂൺ നെറ്റ്വർക്ക് മൊത്തമായി കൊട്ടേഷൻ എടുത്ത പോലൊരു ഷർട്ടും പിന്നെ ഈ കൂളിംഗ് ഗ്ലാസും കൂടി വെച്ചോണ്ട് ഞാൻ പോകുന്നത് ബാംഗ്ലൂരിലെ ബ്രൂവറികളൊന്ന് തെണ്ടിത്തിരിയാനാണ്. റോട്ടിൽ മൊത്തം ട്രാഫിക്കും നോക്കണോടത്ത് മൊത്തം ബ്രൂവറി. ബാംഗ്ലൂര് പോയപ്പോ ഓക്കെ, പക്ഷെ ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല. എന്റെ അതേ പേരുള്ള വേറൊരുത്തി ഐശ്വര്യ. ഈ ലോകത്ത് ഐശ്വര്യകളെ തട്ടി തടഞ്ഞിട്ട് നടക്കാൻ വയ്യല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും. എന്നാൽ ഐശ്വര്യകളെ പറ്റി ഞങ്ങൾക്ക് അറിയാണ്ടാണ് നമ്മൾ ആദ്യം പോയത് മെയ്സൺ മാൾട്ട് എന്ന് പറഞ്ഞ വൈറ്റ് ഫീൽഡിലുള്ള ബ്രൂവറിയിലേക്കാണ്. അവിടെ ചെന്ന് കയറിയപ്പോൾ കോക്ടെയിൽ എന്ന് പറഞ്ഞ സാധനമില്ല, അവിടെ എന്തോ ലേബർ സ്ട്രൈക്ക്. അപ്പോൾ നമുക്ക് അവിടെ ടേസ്റ്റ് ചെയ്യാനായിട്ട് ബിയർ കിട്ടും. അങ്ങനെ ടേസ്റ്റിംഗ് ബിയർ വാങ്ങിച്ചു. ഞാൻ വിചാരിച്ചു പാൻറ്റിലെ കിറലുകൾ പോരാണ്ട് പോക്കറ്റിലൊരു വലിയ കിറൽ വീഴുമെന്ന്. ബാംഗ്ലൂരല്ലേ സ്ഥലം, പക്ഷെ 200 രൂപയായല്ലോ. ഞാൻ ഞെട്ടിപ്പോയി. അതൊന്നും വലിയ കാര്യമാക്കാണ്ട് നമ്മൾ അടുത്ത ബ്രൂവറിയിലേക്ക് വിട്ടു. പിന്നെ നമ്മൾ പോയത് ടിപ്സി ബുൾ എന്ന് പറഞ്ഞിട്ടുള്ള ചോപ്പ കണ്ണും വേറെ പല സ്ഥലത്തും ചോപ്പുള്ള ഒരു ബുള്ള് ഉള്ള ടിപ്സി ബുൾ എന്ന് പറഞ്ഞ ബ്രൂവറിയിലേക്കാം. നല്ല റൂഫ് ടോപ്പ് സീറ്റിംഗ് ഉള്ള, നല്ല ആംബിയൻസ് ഉള്ള, നല്ല ഇഷ്ടം പോലെ നല്ല ലൈറ്റ് ബൈറ്റ്സ് ഉള്ള കോക്ടെയിൽസ് കിട്ടുന്ന നല്ലൊരു ബ്രൂവറി. ഇനി നമുക്ക് ഐശ്വര്യനെ പറ്റി പറയാം. പൊതുവേ ബ്യൂട്ടി കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ പട്ടി ഷോ ഭയങ്കര ജാടൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ ഐശ്വര്യ ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. കാണാൻ ഇത്ര ലുക്ക് ഉണ്ടെന്നുള്ള, പക്ഷെ ആ പുള്ളിക്കാരി ഭയങ്കര കമ്പനിയാണ്. എൻ്റെ അതേ വൈബ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് നേരം സംസാരിച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഷോ സമയം പോരല്ലോ എന്ന് തോന്നിയിട്ടാണ് അവിടെ നിന്ന് തിരിച്ചിറങ്ങിയത്.